രാജ്യത്ത് നടന്ന വിവിധ ഉപതെരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ ബി.ജെ.പിയുടെ നില പരുങ്ങലിലാകുകയാണ്. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ആദ്യ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ബീഹാറിൽ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ്റെ രാജിയെ തുടർന്ന് നടന്ന ബങ്കിപ്പുര മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു. രാജ്യം തന്നെ ഏറെ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒരു മണ്ഡലമായിരുന്നു ബങ്കിപ്പൂർ എന്ന് പറയുന്നത്. ബി.ജെ.പി അധ്യക്ഷൻ സ്ഥാനമൊഴിഞ്ഞ് മണ്ഡലമായതുകൊണ്ട് തന്നെ അവിടുത്തെ വിജയമാണ് ബി.ജെ.പി അധ്യക്ഷൻ്റെ വിജയവും അവിടുത്തെ പരാജയമാണെങ്കിൽ അത് ബി.ജെ.പിയുടെ തന്നെ പരാജയവുമായിട്ടാണ് ഈ രാജ്യം നോക്കിക്കണ്ടത്. കാരണം ഒരുപാട് സമരങ്ങളുടെ ഇടയിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. അയോധ്യയിലെ അമ്പലക്കൊള്ളയ്ക്കിടയിലാണ് ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയാണ് ബി.ജെ.പിയുടെ ഈ ദയനീയ പരാജയം ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത്. അതാണ് ബി.ജെ.പി ഏറ്റുവാങ്ങുന്നത്. അവിടെ പ്രശാന്ത് കിഷോറാണ് വിജയത്തിലേക്ക് ഇപ്പോൾ അടുത്തെത്തി നിൽക്കുന്നത്. ഏകദേശം ബങ്കിപ്പൂരിൽ 20 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായി. അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ 10,000-ന് മുകളിൽ വോട്ടുകൾക്ക് മുന്നിലാണ്. നമുക്കറിയാം ബി.ജെ.പിക്ക് പുതുതായി തെരഞ്ഞെടുത്ത ദേശീയ അധ്യക്ഷൻ നിതിൻ നവീന് ഒരു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മുഴുവൻ നടത്തി വിജയിപ്പിക്കേണ്ടുന്ന ഒരു ചുമതല കൂടിയുണ്ട്. അങ്ങനെ ഒരാളെ തന്നെ വേണം ബി.ജെ.പി അധ്യക്ഷനാക്കാൻ എന്നും പറഞ്ഞ് കണ്ടെത്തിയതാണ് ഇദ്ദേഹത്തെ. എന്നാൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ, അതും സ്വന്തം മണ്ഡലത്തിൽ തന്നെ ബി.ജെ.പിക്ക് താളം തെറ്റിയിരിക്കുകയാണ്. അതായത് ബങ്കിപ്പൂർ മണ്ഡലത്തിൽ ചെറിയ പുള്ളിയല്ല നിതിൻ നവീൻ എന്ന് പറയുന്ന ബി.ജെ.പി നേതാവ്. 16 വർഷം MLA ആയിരുന്ന നിതിൻ നവീൻ രാജ്യസഭാ അംഗമായതോടെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ രാജ്യത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു നേതാവിൻ്റെ സീറ്റ് നഷ്ടപ്പെട്ടതോടുകൂടി ബി.ജെ.പിക്കെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധ കൊടുങ്കാറ്റ് ഈ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് അവരുടെ നേതൃത്വം തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭവും അതിനപ്പുറം അയോധ്യയിലെ ക്ഷേത്രക്കൊള്ളയുമാണെന്ന് ഉറപ്പിക്കുകയാണ്. ഇത് രാജ്യത്തൊന്നാകെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളെയെല്ലാം നിയന്ത്രിക്കുമെന്നും അതെല്ലാം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുമെന്നും അതോടെ വരാനിരിക്കുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വലിയ തിരിച്ചടികൾ ബി.ജെ.പിയെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം സൂചിപ്പിക്കുന്നത്. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ എന്ന ഏറ്റവും വലിയ പദവി തങ്ങളുടെ MLAക്ക് ഈ രാജ്യം നൽകിയിട്ടും ആ നാട്ടുകാർ ബി.ജെ.പിയെ വലിച്ചെറിഞ്ഞു എങ്കിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ബി.ജെ.പി ഭരണവിരുദ്ധ വികാരം അത് ചെറുതല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. മാത്രമല്ല അതിനു പുറമെ തെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിലെ ദാത്തിയ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഘൻശ്യാം സിംഗ് അവസാന റൗണ്ടിലെത്തുമ്പോഴേക്കും ലീഡ് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. മധ്യപ്രദേശ് പോലെയുള്ള ഒരു ബി.ജെ.പി RSS കൂട്ടുകെട്ട് അതിശക്തമായി ഭരണം നടത്തുന്ന സംസ്ഥാനത്തും ബി.ജെ.പിക്ക് വിജയം നേടാനായില്ല എന്നതും ഇപ്പോൾ രാജ്യം ഏറെ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യുകയാണ്. എന്നാൽ മൂന്നാമത്തെ സംസ്ഥാനം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്തിൽ മാത്രം അവരുടെ സിറ്റിംഗ് മണ്ഡലമായ മഞ്ചൽപൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി മുന്നിലാണ്. അതും ആ ഉപതെരഞ്ഞെടുപ്പിൽ 40% താഴെ മാത്രമാണ് പോളിംഗ് നടന്നത് എന്ന് പറയുമ്പോൾ ബി.ജെ.പിയുടെ ഭരണത്തിൽ ജനാധിപത്യത്തോടുള്ള താല്പര്യം ജനങ്ങൾക്ക് കുറയുന്നതുകൊണ്ട് ഒരു ജനദ്രോഹ സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന തീരുമാനത്തോടെയാണ് ആ തെരഞ്ഞെടുപ്പിനെ പലരും ബഹിഷ്കരിച്ചത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും 3 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 2ഉം ബി.ജെ.പി ഇതര കക്ഷികൾ വിജയിച്ചു എന്നുള്ളതാണ് സത്യം. ബീഹാറിലെ NDA സർക്കാരിൻ്റെ ഭരണത്തെ എണ്ണത്തിൽ ഈ ഫലം ബാധിക്കാൻ സാധ്യതയില്ലെങ്കിലും ബങ്കിപ്പൂരിലെ തോൽവി ബി.ജെ.പിയെ സംബന്ധിച്ചൊരു വാട്ടർലൂ തന്നെയായിരിക്കും. ദേശീയ അധ്യക്ഷനായ നിതിൻ നവീനെ ഈ വർഷം ആദ്യം രാജ്യസഭയിലേക്ക് അയച്ചത് തന്നെ ആ ഉറച്ച മണ്ഡലത്തിൽ വീണ്ടും വിജയിക്കാമെന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്. ആ മണ്ഡലത്തിലാണ് ബി.ജെ.പി കടപുഴകി വീണത്. അത് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ സൂചന തന്നെയാണ്. ഫലം എതിരായതോടെ ബി.ജെ.പിയെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നുറപ്പാണ്. പേരിന് അവിടെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ നീരജ് കുമാറിൻ്റെ തോൽവിയാണ് എങ്കിലും യഥാർത്ഥ തോൽവി ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ്റേത് തന്നെയാണ്.